ടെസ്റ്റിൽ ലോങ് ഫോർമാറ്റിൽ ക്യാപ്റ്റനായിട്ട് ഗില്ല് നിന്നിട്ടില്ല. IPL ഒരു സാധനയല്ലല്ലോ ലോങ് ഫോർമാറ്റിൽ വരുമ്പോൾ. അതിനേക്കാൾ ഉപരി ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഓവർസീസ് ആണ്. അഗ്രഷനും എടുത്തു പറയുന്നത് നമ്മൾ വിരാട് കോഹ്ലിയിൽ കണ്ടൊരു അഗ്രഷൻ ഉണ്ട്, സൗരവ് ഗാംഗുലിയിൽ കണ്ടൊരു അഗ്രഷൻ ഉണ്ട്. അത് സൗരവ് ഗാംഗുലിയൊക്കെ നമുക്കറിയാം, റസൽ അർണോൾഡിനോട് കയർക്കുന്ന സൗരവ് ഗാംഗുലി, സ്റ്റീവ് വോയെ ടോസ് ഇടാൻ വൈകിപ്പിക്കുന്ന സൗരവ് ഗാംഗുലി. കഴിഞ്ഞ ദിവസം മുഹമ്മദ് കൈഫ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്, ഗില്ലിനെ ടെസ്റ്റിൽ മാത്രമല്ല ഏകദിനത്തിലേക്ക് കൂടി പരിഗണിക്കണം. രോഹിത്തിനെ മാറ്റേണ്ട ഒരു സമയം ആയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. രോഹിത് ഇപ്പോൾ നമുക്കറിയാം വൺഡേയിൽ മാത്രമേ ഉള്ളൂ. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് മാറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം രോഹിത്തിന് അജിത് അഗാർക്കറുടെ സപ്പോർട്ടും അതുപോലെ BCCയുടെ സപ്പോർട്ടും ഒക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ രോഹിത് തന്നെ നമുക്കറിയാം, രോഹിത്തിന്റെ ചില നീക്കങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ഓവലിലെ ഐതിഹാസിക വിജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ 2-2 സമനിലയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യങ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് എത്ര മാർക്ക് നൽകുമെന്നാണ് സ്പോർട്സ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം MSK ഉണ്ട്. MSK, അപ്പോൾ നമ്മളെ യങ് ഇന്ത്യ ഒരു മികച്ചൊരു വിജയത്തോടു കൂടി തന്നെ പരമ്പര സമനിലയിലാക്കിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ പരമ്പര പുരോഗമിച്ചത്. അത്രയും ത്രില്ലിംഗ് ആയിരുന്നു എല്ലാ മത്സരങ്ങളും. ഒരു 5ാമത്തെ ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളും അവസാന സെഷൻ വരെ പോയി എന്നുള്ളതും ഈ ഒരു ടെസ്റ്റിന്റെ വീറും വാശിയും എത്രത്തോളം. 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. അതെ. ബാക്കി 4 ടെസ്റ്റും അവസാന സെഷൻ വരെയും പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് MSK ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റനെ വിലയിരുത്തുന്നത്? ശുഭ്മാൻ ഗിൽ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻസി ഒരു ഗംഭീര ക്യാപ്റ്റൻസി ആയിരുന്നു തന്നെ പറയാം. കാരണം ഈ ടീമിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള രവിചന്ദ്ര അശ്വിൻ ഇല്ല. അതുപോലെ ടീമിന്റെ നെടുന്തൂണുകളായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളം 1.5 ദശാബ്ദത്തോളം ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റാറുകൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ നായകനായിരുന്നു. അതിനുമുമ്പ് വിരാട് കോഹ്ലി നായകനായിരുന്നു. അപ്പം ഇവരൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു ടെസ്റ്റ് ടീം. അതുമാത്രമല്ല, അപ്പുറത്ത് നോക്കുമ്പോൾ ജോ റൂട്ട് പോലുള്ള അല്ലെങ്കിൽ ബെൻ സ്റ്റോക്സ് പോലുള്ള അധികായർ നിറഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ജോ റൂട്ട് എടുത്ത സെഞ്ചുറികളുടെ എണ്ണം നോക്കുമ്പോൾ ഇന്ത്യക്കാരായ താരങ്ങളുടെ ഈ ഇന്ത്യൻ ടീമിലുടെ ഈ ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ ടീമിലുള്ള കളിക്കാരൊക്കെയും കൂടി നേടിയ സെഞ്ചുറികളുടെ എണ്ണത്തേക്കാൾ ഒരു 8 എണ്ണമെങ്കിലും ജോ റൂട്ട് കൂടുതൽ നേടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ചൊരു ടീമാണ് ഇംഗ്ലണ്ട് ടീം. ആ ഒരു ഇംഗ്ലണ്ട് ടീമിനെ അവിടെ ചെന്ന് 2-2 സമനില പിടിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയെ നമ്മൾ ഒരുപാട് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കുന്നു എന്നുള്ളതാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ നമുക്കറിയാം, ആക്ച്വലി ഇന്ത്യൻ ടീം ഇങ്ങനെ ഒരുപാട് ട്രാൻസിഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറുള്ള സമയം, സൗരവ് ഗാംഗുലിക്കുള്ള സമയം, ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ സച്ചിൻ ഉണ്ടായിരുന്നു, സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു, VVS ലക്ഷ്മൺ ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു, വീരേന്ദ്ര സെവാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ ഫാബ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമായിരുന്നു. അപ്പോൾ അവരൊക്കെ വിരമിച്ചത്, സൗരവ് ഗാംഗുലി വിരമിക്കുന്നു, അതിനുശേഷം VVS ലക്ഷ്മൺ വിരമിക്കുന്നു, അതുപോലെ രാഹുൽ ദ്രാവിഡ്, സച്ചിനൊക്കെ വിരമിച്ച സമയത്ത് നമ്മൾ ഇവർക്ക് ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് റീപ്ലേസ്മെൻ്റായി വിരാട് കോഹ്ലി വരുന്നു, രോഹിത് ശർമ്മ വരുന്നു, അജിങ്ക്യ രഹാന വരുന്നു, ചേതേശ്വർ പുജാര വരുന്നു, അതുപോലെ ശിഖർ ധവാനൊക്കെ ഇടക്കാലത്ത് ടെസ്റ്റ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അതിനുശേഷം ഒരു പുതിയ ഇന്ത്യ വരുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യൻ ടീമിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് താരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ദ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, അതുപോലെ യശസ്വി ജയ്സ്വാൾ, അവരൊക്കെ ഒരു യുവ ഇന്ത്യൻ നിര. സായ് സുദർശൻ എല്ലാം സ്പോട്ടെല്ലാം ഏറെക്കുറെയൊക്കെ നീതീകരിക്കുന്ന പ്രകടനം തന്നെയാണ് നടത്തുന്നത്. ഫസ്റ്റ് സീരീസ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും, ഈ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ ടീമിന്റെ നെക്സ്റ്റ് ഒരു 10 വർഷത്തേക്കുള്ള ഇവരായിരിക്കും പതാകവാഹകർ. ആ രൂപത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഉറപ്പായിട്ടും എനിക്കതിൽ വലിയ സന്തോഷം മറ്റൊരു തരത്തിൽ തോന്നിയിട്ടുള്ള റിസൾട്ടിനേക്കാളുപരി ഗില്ലിന് ചെറിയ സമയം മാത്രമാണ് കിട്ടിയത്. കാരണം മെയ് തുടക്കത്തിലാണ് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. 2 ആഴ്ചക്കകം തന്നെ ടീമിനെ പ്രഖ്യാപിക്കുകയാണ് ഇംഗ്ലണ്ട് സീരീസിനുള്ള. ഞാൻ മനസ്സിലാക്കുന്നത് അജിത് അഗാർക്കർ അതിന് ടീം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനായി നിയമിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഡ്രസ്സിംഗ് റൂമിലെ ഉൾപ്പെടെ സഹതാരങ്ങളോട് ചോദിച്ച ശേഷമാണ് ഗില്ലിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഗില്ല് എല്ലാവർക്കും സ്വീകാര്യനാണ്. അപ്പോൾ മെയ് അവസാനം ഇത് പ്രഖ്യാപിക്കുന്നു. ഒരു 2 മാസത്തിനകം തന്നെ നിർണായകമായ ഒരു സീരീസ് വരുന്നു. അതും ടെസ്റ്റിൽ ലോങ് ഫോർമാറ്റിൽ ക്യാപ്റ്റനായിട്ട് ഗില്ല് നിന്നിട്ടില്ല.
മാത്രമല്ല ഗില്ലിന്റെ ക്യാപ്റ്റൻസി അനുഭവങ്ങളും അധികം ഇല്ലാത്തൊരു ഇല്ല IPL ഉണ്ട് ഉറപ്പായിട്ടും അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ IPL ഒരു സാധനയല്ലല്ലോ ലോങ് ഫോർമാറ്റിൽ വരുമ്പോൾ. അതിനേക്കാൾ ഉപരി ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഓവർസീസ് ആണ്. ഓവർസീസ് ആണെങ്കിലും പോട്ടെ, ഇംഗ്ലണ്ടിലാണ്. ബാസ്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെ, അത്രയും സ്ട്രോങ് സൈഡുള്ള ഇംഗ്ലണ്ടിനെതിരെ കളിക്കുക, അത് അത്രയും മികച്ച രീതിയിൽ കളിക്കുക എന്ന് പറയുന്നത് അക്കാര്യത്തിൽ ആ ടീമിനെ നയിച്ചതില് നേരത്തെ MS സൂചിപ്പിച്ച പോലെ തന്നെ ആ സീനിയേഴ്സ് ഒന്നും ഇല്ലാത്ത ആ യുവ ഇന്ത്യയെ അത്രയും ബ്രേവോടെ നയിച്ചതിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു മാർക്ക് തന്നെ ശുഭ്മാൻ ഗില്ലിന് കൊടുക്കണം. അത് മാത്രമല്ല, ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിലേക്ക് വീണ്ടും വരാം. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ആദ്യത്തെ പരമ്പര ഒപ്പമാക്കുന്നതിന് മാത്രമല്ല, പരമ്പരയിലെ താരമായിട്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയാണ്. 754 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. 75 മുകളിൽ അദ്ദേഹത്തിന് ആവറേജ് ഉണ്ട്. ടീം ഏതൊക്കെ തരത്തിൽ ഡിഫൻസിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുന്നു, അപ്പോഴെല്ലാം കൃത്യമായിട്ട് ക്യാപ്റ്റൻ അവതരിക്കും. നമ്മൾ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്ന പ്രയോഗം കൃത്യമായിട്ട് ചെയ്തൊരു ക്യാപ്റ്റനും കൂടിയാണ് ഗിൽ. തീർച്ചയായിട്ടും ഈ രോഹിത് ശർമ്മക്ക് ശേഷം നമ്മളൊക്കെയും കരുതിയിരുന്നത് ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ ആവുന്നതാണ്. കാരണം ആ സമയത്ത് അങ്ങനെയായിരുന്നു. അതായത് ജസ്പ്രീത് ബുംറ ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ തന്നെ അദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട്. അപ്പൊ ബുംറ ക്യാപ്റ്റനായി വരും എന്നുള്ള അഭ്യൂഹങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആണ് ശരിക്കും ബുംറ തനിക്ക് ക്യാപ്റ്റൻസി വേണ്ട എന്ന് അജിത് അഗാർക്കറോടും അതുപോലെ സെലക്ഷൻ കമ്മിറ്റിയോടും പറയുന്നു, BCCയോടും പറയുന്നു. കാരണം അദ്ദേഹത്തിന് എല്ലാ മത്സരങ്ങളും കളിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ അദ്ദേഹം 3 ടെസ്റ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ബുംറ അദ്ദേഹം ഈ ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കൽ ചോയ്സ് ഗില്ല് തന്നെയാണ്. അപ്പോൾ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗ്രെയിം സ്മിത്തിനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ നായകനായ ഗ്രെയിം സ്മിത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് ഇതേപോലെ ഒരു സിനാരിയോ ആയിരുന്നു ഗ്രെയിം സ്മിത്ത് ക്യാപ്റ്റനായിരുന്ന സമയത്ത്. ഗ്രെയിം സ്മിത്ത് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ 2003 സൗത്ത് ആഫ്രിക്ക ഷോൺ പൊള്ളോക്കിൻ്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻസി, അതായത് ആദ്യ റൗണ്ടുകളിൽ തന്നെ പുറത്താവുന്നു, ഏകദിന ലോകകപ്പിൽ പുറത്താകുന്നു. അതിനുശേഷം പെട്ടെന്ന് ടീമിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകുന്നു. കുറഞ്ഞ ടെസ്റ്റുകൾ മാത്രം കളിച്ചിട്ടുള്ള ഗ്രെയിം സ്മിത്തിനെ, യുവതാരമായ ഗ്രെയിം സ്മിത്തിനെ 23-ാമത്തെ വയസ്സിൽ സൗത്ത് ആഫ്രിക്ക ക്യാപ്റ്റനായി നിയമിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത പരമ്പര എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അതായത് ക്യാപ്റ്റനായതിനു ശേഷമുള്ള പരമ്പരകളിൽ ഒന്ന് ഇംഗ്ലണ്ടിനെതിരെ തന്നെയായിരുന്നു. ആ സമയത്ത് 2 ഡബിൾ സെഞ്ചുറികൾ അദ്ദേഹം നേടുകയുണ്ട്. അതായത് ചെറിയ പ്രായത്തിൽ 23-ാം വയസ്സിൽ ക്യാപ്റ്റനായി അദ്ദേഹത്തിന് അധികം അനുഭവ സമ്പത്തില്ല. ആ സമയത്ത് തന്നെ ആ ടീമിൽ ഒരുപാട് സീനിയർ താരങ്ങളുണ്ട്. പൊള്ളോക്ക് പോലുള്ള സീനിയർ താരങ്ങളുണ്ട്. മുൻ ക്യാപ്റ്റൻ ജാക്ക് കാലിസ് പോലുള്ള ആൾക്കാരുണ്ട്. ജാക്ക് കാലിസ് ഒക്കെ 98-ലെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോണ്ടി റോഡ്സിനെ പോലുള്ള താരങ്ങളുണ്ട്. ഗാരി കേസ്റ്റൺ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സീനിയർ താരങ്ങൾ ഉള്ള സമയത്ത് ഗ്രെയിം സ്മിത്തിനെ നായകനായിട്ട് അവർ അവരോധിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ 2 ഡബിൾ സെഞ്ചുറി അടിച്ചുകൊണ്ട് തൻ്റെ ക്യാപ്റ്റൻസിയെ സാധൂകരിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. പിന്നീട് ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടോളം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ നായകനായിരുന്നു. ഏതാണ്ട് 109 ടെസ്റ്റുകളിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയെ നയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 23-ാം വയസ്സിൽ വരുന്നു. ഗില്ല് 25-ാം വയസ്സിൽ ഓവർസീസ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. മാത്രമല്ല ഓവർസീസ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ആദ്യ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കുകയുണ്ടായി. അതും ഒരു റെക്കോർഡാണ്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ സെഞ്ചുറി അടിച്ച ഒരാൾ വിരാട് കോഹ്ലിയാണ്. അതിനു മുമ്പ് സുനിൽ ഗവാസ്കർ ഉണ്ട്, വിജയ് ഹസാരെ ഉണ്ട്, ദിലീപ് വെങ്സാർക്കർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം വിജയ് ഹസാരെ പോലുള്ള അധികായർ അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ, വിരാട് കോഹ്ലി, അപ്പോൾ അവരുടെ ഒരു തുടർച്ചാവകാശി എന്ന രീതിയിൽ തന്നെയാണ് ഈ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിക്കുന്നു. ഒരു ടെസ്റ്റിൽ 2 സെഞ്ചുറി അടിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓവലിൽ വിജയിക്കുന്ന 3-ാമത്തെ മാത്രം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും സുനിൽ ഗവാസ്കറും തന്നെയാണ് മുൻപുള്ളത്. ബ്രാഡ്മാന്റെ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാന്റെ റെക്കോർഡിന് ഏകദേശം 90 വർഷം പഴക്കമുള്ള റെക്കോർഡിന്റെ തൊട്ടടുത്ത് എത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ സച്ചിൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കാം ആൻഡ് കമ്പോസ്ഡ് ക്യാപ്റ്റൻ എന്നുള്ളതാണ് ശുഭ്മാൻ ഗില്ലിനെ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറെ വിശേഷിപ്പിച്ചുള്ള. അത്രമാത്രം കൂളാണ് അദ്ദേഹം. ഈ പരമ്പര വിജയിച്ച ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ പോസ്റ്റില് കൊടുങ്കാറ്റ് അതിനെ പേടിക്കുന്നവരെ മാത്രമേ ആക്രമിക്കാൻ നിൽക്കുകയുള്ളൂ എന്നൊരു ആ ഒരു രീതിയിൽ വരുന്ന പോസ്റ്റാണ് ശുഭ്മാൻ ഗിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വളരെ കൂളാണ് അദ്ദേഹം. കൊടുങ്കാറ്റല്ല പേമാരി വന്നാൽ പോലും ഞാൻ ഓക്കെയാണ്, ഞാൻ എൻ്റെ ടീമിനെ നയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഗില്ലിനുണ്ട്. അത് തന്നെയാണ് ഈ സീരീസിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളതും. മാത്രമല്ല സച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം ശുഭ്മാൻ ഗില്ലിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ സാറാ ടെണ്ടുൽക്കറുടെ രീതിയിലുള്ള പ്ലക്കാർഡുകളും അതുപോലെ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമ്പോൾ സച്ചിൻ ചാൻഡുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ശുഭ്മാൻ ഗിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുഭ്മാൻ ഗില്ലിന്റെ കൂടെ തന്നെയാണ് പൃഥ്വി ഷായെ പോലുള്ള ആളുകളൊക്കെ ഈ അണ്ടർ 19 ലോകകപ്പുകളിലൊക്കെ കളിച്ചിരുന്നത്.
അപ്പോൾ പൃഥ്വി ഷാ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ശുഭ്മാൻ ഗിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ശുഭ്മാൻ ഗിൽ ഇത്രത്തോളം ആ സമയത്തുള്ള ഈ സാറ ഏത് സാറയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ, സാറ ടെണ്ടുൽക്കർ ആണോ അല്ലെങ്കിൽ സൈഫ് അലി ഖാന്റെ മകളായ സാറ അലി ഖാൻ ആണോ എന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ നിറഞ്ഞു നിന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താമായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ആ സമയത്ത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ ഏറ്റവും നന്നായി മോഡിഫൈ ചെയ്യുക, റൺസുകൾ അതിവേഗം കണ്ടെത്തുക. മാത്രമല്ല ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി എന്ന് നോക്കുമ്പോൾ അൺഓർത്തഡോക്സ് ശൈലിയല്ല, അതായത് വളരെ കോപ്പി ബുക്ക് ശൈലിയിൽ അദ്ദേഹം വളരെ അപൂർവമായി മാത്രമാണ് റിവേഴ്സ് സ്വീപ്പും മറ്റുമൊക്കെ കളിക്കാറുള്ളത്. ഒരു രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഒരു സങ്കര ഇനം തന്നെ പെർഫെക്റ്റ് ആണ്. ഈ പൃഥ്വി ഷായൊക്കെ പൃഥ്വി ഷാ ക്യാപ്റ്റൻ ആയിരുന്ന ടീമിലെ ഒരു അംഗമായിരുന്നു മുമ്പ് അണ്ടർ 19 തലത്തിൽ ശുഭ്മാൻ ഗിൽ. പക്ഷേ ശുഭ്മാൻ ഗിൽ അദ്ദേഹം ഇതുപോലുള്ള ഗോസിപ്പുകൾക്കിടയിൽ നിൽക്കുമ്പോഴും തന്റെ കരിയറിൽ അദ്ദേഹം ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കി. ഇതാണ് യുവതാരങ്ങൾ ഒപ്പം തന്നെ ക്യാപ്റ്റൻ എന്നുള്ളതിലെ ചില തീരുമാനങ്ങളും വളരെ ക്രൂഷ്യലായിട്ടുണ്ട്. അപ്പോൾ 5ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ശരിക്ക് ന്യൂ ബോൾ എടുക്കാമായിരുന്നു. അവസാന ദിനം 80 ഓവർ പിന്നിട്ട് കഴിഞ്ഞ് ന്യൂ ബോൾ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ സിറാജിനോട് ചോദിച്ച ശേഷം വേണ്ട, ന്യൂ ബോൾ വേണ്ട, അതിനകത്ത് പ്രസീദിനും സിറാജിനും റിവേഴ്സിങ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ന്യൂ ബോൾ എടുക്കാതെ ആ ഒരു തന്ത്രത്തിൽ കൂടിയാണ് അറ്റ്കിൻസന്റെ എല്ലാം വിക്കറ്റ് കിട്ടുന്നതിൽ ഒരു പ്രധാന കാരണമായതും അത് തന്നെയാണ്. കാരണം നാരോ മാർജില്ലേ 6 റൺസിനാണ് നമ്മളെ വിജയിച്ചത്. അപ്പം അത്തരത്തിൽ ക്യാപ്റ്റന്റെ തന്ത്രങ്ങളും ബാറ്റിംഗിൽ മാത്രമല്ല തന്ത്രങ്ങളിലും വലിയ രീതിയിലുള്ള മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഗിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ശ്രദ്ധേയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഗ്രഷനും എടുത്തു പറയുന്നത്. നമ്മൾ വിരാട് കോഹ്ലിയിൽ കണ്ടൊരു അഗ്രഷൻ ഉണ്ട്, സൗരവ് ഗാംഗുലിയിൽ കണ്ടൊരു അഗ്രഷൻ ഉണ്ട്. അത് സൗരവ് ഗാംഗുലിയൊക്കെ നമുക്കറിയാം, റസൽ അർണോൾഡിനോട് കയർക്കുന്ന സൗരവ് ഗാംഗുലി, സ്റ്റീവ് വോയെ ടോസ് ഇടാൻ വൈകിപ്പിക്കുന്ന സൗരവ് ഗാംഗുലി, ലോർഡ്സിൽ ഗാംഗുലി, അതിന്റെ ഒരു അഗ്രഷന്റെ തുടർച്ച നമ്മൾ പിന്നെ കണ്ടത് വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് പോലും ആ ഒരു അഗ്രഷൻ നമ്മൾ കണ്ടതാണ്. അത് പ്ലേയേഴ്സിലേക്കും വിരാട് പകരുമെന്നുള്ളത് വലിയ ഘടകം. ധോണി ഇതിന്റെ ഇടയ്ക്ക് വന്ന മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന്റെ അഗ്രഷൻ, അദ്ദേഹം ഒരു ക്യാപ്റ്റൻ കൂൾ എന്ന രീതിയിലാണ് പൊതുവെ ലേബൽ ചെയ്യപ്പെടുന്നത്. പക്ഷേ വിരാടിലേക്ക് വരുമ്പോൾ ആ അഗ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ ടെസ്റ്റായിട്ട് കൂടി അദ്ദേഹം ഇംഗ്ലണ്ട് കളിക്കാർക്കെതിരെ നേടിയ അദ്ദേഹത്തിന്റെ ചില അഗ്രഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 3ാം ടെസ്റ്റിൽ കളി വൈകിപ്പിക്കാൻ വേണ്ടി അവസാനം ബെൻ ഡെക്കറ്റും അതുപോലെ ക്രോലിയുമുള്ള അവർ, അതായത് പന്തെറിയുന്ന ഒരുപാട് വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾക്കെതിരെ അദ്ദേഹം ചെന്ന് അവരോട് കയർക്കുന്നതൊക്കെ ആ സമയത്ത് അതും ഇംഗ്ലീഷ് മണ്ണിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വിരാട് കോഹ്ലിയുടെ അഗ്രഷന്റെ അതിൻ്റെയും ഒരു പതാകവാഹകനായി ശുഭ്മാൻ ഗില്ലിനെ നമ്മൾ ഈ ടെസ്റ്റ് പരമ്പരയിൽ കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ അതിൽ എടുത്തു പറയാനുള്ള വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് കൈഫ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഗില്ലിനെ ടെസ്റ്റിൽ മാത്രമല്ല ഏകദിനത്തിലേക്ക് കൂടി പരിഗണിക്കണം. രോഹിത്തിനെ മാറ്റേണ്ട ഒരു സമയം ആയി കഴിഞ്ഞിട്ടുള്ളത്. രോഹിത് ഇപ്പൊ നമുക്കറിയാം വൺഡേയിൽ മാത്രമേ ഉള്ളൂ. രോഹിത്തിന്റെ നിലവിലൊരു ആഗ്രഹം 2027 ഏകദിന ലോകകപ്പ് കൂടി കളിച്ചിട്ട് വിരമിക്കുക എന്നുള്ളതാണ്. പക്ഷെ രോഹിത്തിന് ഇപ്പോൾ 37 വയസ്സായി. 2027 ഒക്ടോബറിൽ നടക്കുന്ന ലോകകപ്പിലേക്ക് 39 വയസ്സ് 40-നടുത്തെത്തി രോഹിത്തിന്. അപ്പോൾ ആ ഒരു സമയം വരെ കാത്തു നിൽക്കാതെ ഇപ്പോഴേ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ളൊരു യങ് ഇന്ത്യയെ കൊണ്ടുവരുന്നില്ല, ഏകദിനത്തിൽ കൊണ്ടുവരുന്നതിൽ MSKയുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇന്ത്യൻ ആരാധകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലെഗസികളിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വിരമിക്കാൻ ഒരു അവസരം നൽകണം എന്ന തരത്തിലുള്ള വിശ്വാസമാണ് കൂടുതലും ആരാധകർക്കുള്ളത്. അപ്പം രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനി 1.5 വർഷം കൊണ്ട് അദ്ദേഹം ആ വർഷങ്ങളിലോളം കളിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോഴേ അടുത്ത മാത്രമല്ല അവർ 2 ഫോർമാറ്റിൽ നിന്നും വിരമിച്ചത് ഒരു വിരമിക്കൽ മത്സരം എന്ന രീതിയിൽ ഇപ്പോൾ സച്ചിനൊക്കെ കിട്ടിയ പോലെ അങ്ങനെ ഒരു മത്സരം കിട്ടിയിട്ടല്ലേ, ഒരു പ്രധാന നേട്ടം കഴിഞ്ഞതിന് ശേഷമാണ് T20 നിന്ന് വിരമിക്കുന്നത്. പക്ഷേ ഇത് രോഹിത്തിന്റെ അവസാന മത്സരമാണ് എന്നുള്ളൊരു ആങ്സൈറ്റിയോടെ ആരാധകർ എത്തിക്കണ്ട മത്സരമല്ലായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് മാറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം രോഹിത്തിന് അജിത് അഗാർക്കറുടെ സപ്പോർട്ടും അതുപോലെ BCCയുടെ സപ്പോർട്ടും ഒക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ രോഹിത് തന്നെ നമുക്കറിയാം, രോഹിത്തിൻ്റെ ചില നീക്കങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. ഈ ടെസ്റ്റ് പരമ്പരയിൽ തൊട്ട് മുമ്പ് അദ്ദേഹം ഞാൻ ഇനി ടെസ്റ്റ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പിന്മുറക്കാരനായ ശുഭ്മാൻ ഗിൽ മികച്ച രീതിയിൽ ക്യാപ്റ്റൻസി അദ്ദേഹം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രോഹിത് തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി ഏകദിന മത്സരങ്ങളിൽ കൂടി ക്യാപ്റ്റൻസി ഒഴിയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ 39 വയസ്സാവും 2027 ലോകകപ്പ് ആകുമ്പോൾ. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശുഭ്മാൻ ഗിൽ, അദ്ദേഹത്തിന്റെ ഏജും ഏറ്റവും പ്രധാനമാണ്. കാരണം 26 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ. ഈ 26 വയസ്സിനിടെ തന്നെ അദ്ദേഹം ഏതാണ്ട്
18ഓളം അന്താരാഷ്ട്ര സെഞ്ചുറികൾ സെഞ്ചുറി നേടി കഴിഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പോഴും മാത്രമല്ല അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് ഇപ്പം നമ്മുടെ മൻസൂർ അലി ഖാൻ പട്ടോഡിക്ക് ശേഷമുള്ള ഒരു യങ്ങസ്റ്റ് ക്യാപ്റ്റനാണ്, ഇംഗ്ലണ്ടിൽ നയിക്കുന്ന യങ്ങസ്റ്റ് ക്യാപ്റ്റനാണ്. അപ്പം ഈ ഒരു ഏജ് നോക്കുമ്പോൾ ഒരു യുവ ഇന്ത്യൻ നിരയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അടുത്ത ഏകദിന ലോകകപ്പ് കളിക്കാൻ ഇന്ത്യ നായകനായി കരുതുന്നെങ്കിൽ തീർച്ചയായും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ താൻ തന്നെയാണെന്ന് കൃത്യമായും തെളിയിച്ചിരിക്കുകയാണ് ഈ ഇംഗ്ലീഷ് പരമ്പരയിൽ. അതായത് ലോങ്ങർ ഫോർമാറ്റിലായിക്കോട്ടെ ഷോർട്ട് ഫോർമാറ്റിലായിക്കോട്ടെ ഗില്ല് ഓക്കെ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് എത്ര മാർക്ക് കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ ചർച്ച തുടങ്ങിയപ്പോഴുള്ളത്. അപ്പോൾ ഒരു 10ൽ മാർക്ക് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ MSK ഗില്ലിന് എത്ര കൊടുക്കും? ആക്ച്വലി ഗില്ലിനൊരു മാർക്ക് ഇടുക എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻസിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ പറഞ്ഞ പോലെ അഗ്രഷനാണ്. അതുപോലെ തന്നെ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ ടീമിൽ ഞാൻ ക്യാപ്റ്റനായി ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ടീം അംഗങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അത്തരത്തിലുള്ള വിശ്വാസത്തിന് പുറത്താണ് സിറാജിനൊക്കെ ഒരു ഇത്രയും ബലവും ഉറപ്പൊക്കെ കിട്ടുന്നത്. ഒരു 7 out of 10 ഐ തിങ്ക് അദ്ദേഹം ഇനിയും കാരണം ഒരു ഫസ്റ്റത്തെ സീരീസ് ആയിട്ടുള്ളൂ. കൂടുതൽ സീരീസുകൾ വന്നു കഴിഞ്ഞാലേ നമുക്ക് അദ്ദേഹത്തിന്റെ ബലഹീനതകളും മറ്റുമെല്ലാം നമുക്ക് മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. അപ്പൊ എന്തായാലും മികച്ച രീതിയിൽ തന്നെ മാർക്ക് കൊടുക്കും. ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 8 കൊടുക്കാമെന്ന് കരുതുന്നു. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ സീരീസുകളുടെ കാര്യം ഇത് മാർക്കിടാൻ നമ്മൾ ആരുമല്ല. പക്ഷെ നമ്മുടെ ഒരു അതായത് ഇവരുടെ പ്രകടനം ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇടാം അല്ലെ? പ്രേക്ഷകർ ഉറപ്പായിട്ടും നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ നമ്മളുടെ ഈ ചർച്ചയ്ക്ക് കീഴിൽ പ്രേക്ഷകർ എന്തായാലും ഗില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് ടീം ഇന്ത്യയുടെ പ്രകടനത്തിന് മാർക്ക് ഇടണം. നിങ്ങളുടെ ഒപ്പം തന്നെ സ്പോർട്സ് റിപ്പോർട്ടറിലുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ ഞങ്ങളെ അറിയിക്കുകയും വേണം. അപ്പൊ MSK നമ്മളെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലെ? താങ്ക് യു.